രത്തൻ ടാറ്റ എ ലൈഫ് എന്ന ജീവചരിത്രം രചിച്ചത് ഡോക്ടർ തോമസ് മാത്യു. മുൻ പ്രതിരോധ സെക്രട്ടറി കൂടിയായിരുന്നു അദ്ദേഹം. നിലവിലെ പ്രതിരോധ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജേഷ് കുമാർ സിംഗ് ആണ്. അത് കറണ്ട് അഫയേഴ്സ് ആണ്, പ്രധാനമായി നോക്കി വയ്ക്കുക. നിലവിലെ പ്രതിരോധ സെക്രട്ടറി എന്ന് പറയുന്നത് രാജേഷ് കുമാർ സിംഗ് ആണ്. 26ാമത് റിസർവ് ബാങ്ക് ഗവർണറായി നിയമിതനായത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഞ്ജയ് മൽഹോത്രയാണ്. സഞ്ജയ് മൽഹോത്രയാണ് റിസർവ് ബാങ്ക് ഗവർണറായി 2024 നിയമിതനായത്. 26ാമത്തെ റിസർവ് ബാങ്ക് ഗവർണറാണ് അദ്ദേഹം. ആദ്യത്തെ റിസർവ് ബാങ്ക് ഗവർണറായിരുന്നത് സർ ഓസ്ബോൺ സ്മിത്ത് ആണ്. ആദ്യത്തെ ഇന്ത്യക്കാരനായ റിസർവ് ബാങ്ക് ഗവർണറാണ് CD ദേശ്മുഖ്. 2023 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ഷാജി എൻ കരുണിനാണ്. 2023 JC ഡാനിയൽ പുരസ്കാരം ലഭിക്കുന്നത്. JC ഡാനിയൽ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപയാണ് JC ഡാനിയൽ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക. കലാ-സാംസ്കാരിക സംഭാവനകൾക്കുള്ള ഫ്രഞ്ച് സർക്കാരിൻ്റെ ദി ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് എന്ന പുരസ്കാരവും പത്മശ്രീയും ലഭിച്ചിട്ടുണ്ട് ഷാജി എൻ കരുണിന്. അദ്ദേഹം നിലവിലെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാൻ കൂടിയാണ്. ഒഡീഷയിലെ ഭരതമുനി ഫൗണ്ടേഷൻ നൽകുന്ന ഭരതമുനി പുരസ്കാരം സൂയ കൃഷ്ണമൂർത്തിക്ക് ലഭിച്ചു. സമ്മാനത്തുക 50,000 രൂപയാണ്. 63ാമത് കേരള കലോത്സവം 2025 തിരുവനന്തപുരത്ത് വെച്ചാണ് നടക്കുന്നത്. ജാനുവരി 4 മുതൽ 8 വരെയാണ്. ഇതിൽ പ്രധാനമായിട്ടും നോക്കാനുള്ളത് ഇതിൻ്റെ ലോഗോ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അസ്ലം തിരൂർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിൻ്റെ ലോഗോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 63ാമത് കേരള കലോത്സവം നടക്കുന്നത് തിരുവനന്തപുരത്ത് വെച്ചാണ്.